ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് 4ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിലെ 3ാമത്തെ യൂണിറ്റ് പേജസ് ഓഫ് വണ്ടർ എന്നുള്ള 3ാമത്തെ യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ദ കളർഫുൾ ട്രഷർ അല്ലേ. ദ കളർഫുൾ ട്രഷർ എന്ന ചാപ്റ്ററിലെ റീഡിംഗ് ക്ലാസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാർ നിങ്ങൾ തീർച്ചയായും കാണുക. നമ്മൾ റീഡ് ചെയ്യുന്നതും കഥയുടെ അർത്ഥം മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതുമാണ് നമ്മുടെ ക്ലാസ്. അതോടൊപ്പം ടെക്സ്ച്വൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ദ കളർഫുൾ ട്രഷർ എന്നുള്ള ചാപ്റ്ററിന്റെ ആക്ടിവിറ്റീസ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ ആക്ടിവിറ്റി എന്താണെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ആക്ടിവിറ്റീസ് ആണ്. ഫസ്റ്റ് ആക്ടിവിറ്റി 1, ലുക്ക് അറ്റ് ദ പോസ്റ്റർ, പ്രിപ്പയർ എ സിമിലർ ഡിജിറ്റൽ പോസ്റ്റർ ടു പ്രൊമോട്ട് റീഡിംഗ്. അതായത് റീഡിംഗ് വായനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പോസ്റ്റർ ആണ് ഇവിടെ കാണുന്നത്. എന്താണ് പോസ്റ്ററിൽ കൊടുത്തിരിക്കുന്നത്? വേൾഡ് ബുക്ക് ഡേ. എന്നാണ് വേൾഡ് ബുക്ക് ഡേ? April 23 ആണ് കേട്ടോ. അപ്പൊ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പോസ്റ്റർ ആണ്. Books, the best company you can keep. Books are important for the mind, heart and soul. Open the book and step into another world. അപ്പോൾ ഒരു പോസ്റ്റർ ആണ് ഇവിടെ കാണുന്നത്. ഇതേപോലെ ഒരു ഡിജിറ്റൽ പോസ്റ്റർ തയ്യാറാക്കാനാണ് നിങ്ങളടുത്ത് പറയുന്നത്. നമ്മൾ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു പോസ്റ്റർ ചെയ്യുക. Read and grow. Books are windows to the world. Open a book, open your mind. Reading makes you wise and happy. Read every day, gain knowledge, spread light. ഇതുപോലെ എന്ത് ചെയ്യുക? ഒരു ഡിജിറ്റൽ പോസ്റ്റർ തയ്യാറാക്കുക. അതാണ് നമ്മുടെ ഒന്നാമത്തെ ആക്ടിവിറ്റി. അടുത്ത ആക്ടിവിറ്റി 2, നിന്നു സോ ചിൽഡ്രൻ ഗോയിങ് ടു സ്കൂൾ ഇൻ എ സ്കൂൾ ബസ്, റൈറ്റ് ഹെർ തോട്ട്സ്. അപ്പൊ നിന്നു എന്ത് കാണുകയാണ്? വേറെ കുട്ടികൾ സ്കൂൾ ബസ്സിലൊക്കെ സ്കൂളിലോട്ട് പോകുന്നത് കാണുകയാണ് അല്ലേ. അപ്പം അന്നേ ദിവസം അപ്പൊ അത് കാണുന്ന നിന്നുയുടെ തോട്ട്സ്, നിന്നു എന്തൊക്കെയായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക? നിന്നുയുടെ തോട്ട്സ് ആണ് എഴുതേണ്ടത്. ഹൗ ലക്കി ദേ ആർ, അവർ എത്രത്തോളം ലക്കിയാണ് അവരെല്ലാവരും. പിന്നെ എന്തൊക്കെയായിരിക്കാം പറയുക? എവറി ഡേ they are going to school. They are looking so happy and excited. They have books, bag, uniforms. We have only these torn dresses and crumpled papers. They can learn new things every day from school. I too wish to go to school with my friends. Oh God, please give us an opportunity for studying. അപ്പോൾ എന്താ നിന്നു ചിന്തിക്കുന്നത്? ആ കുട്ടികളൊക്കെ എന്തോ ഒരു ലക്കിയാണ്, എല്ലാ ദിവസവും അവർ സ്കൂളിൽ പോകുന്നുണ്ട്. അവർ കാണുമ്പോൾ അവരെല്ലാവരും വളരെയധികം ഹാപ്പി ആൻഡ് എക്സൈറ്റഡ് ആണ്. അവരുടെ കയ്യിൽ പുതിയ ബാഗും യൂണിഫോമും ബുക്സ് ഒക്കെ ഉണ്ട്. ഞങ്ങളുടെ കയ്യിൽ കീറിയ ഡ്രസ്സും ഈ ക്രംബിൾഡ് പേപ്പേഴ്സ്, കീറിപ്പോയ പേപ്പറുകൾ മാത്രമേ ഉള്ളൂ. അവർക്ക് എല്ലാ ദിവസവും സ്കൂളിൽ നിന്ന് പോയി ഓരോ കാര്യങ്ങൾ പുതിയതായി പഠിക്കാൻ സാധിക്കുന്നു. എനിക്കും പോകണം സ്കൂളിൽ, എൻ്റെ കൂട്ടുകാരോടൊത്ത് എനിക്കും സ്കൂളിൽ പോകണം. ഓ ഗോഡ്, ഞങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു അവസരം തരൂ എന്നായിരിക്കാം നിന്നു ചിന്തിക്കുന്നുണ്ടാവുക അല്ലെ. അപ്പൊ നിന്നുയുടെ തോട്ട്സ് എഴുതുന്നതാണ് നമ്മുടെ രണ്ടാമത്തെ ആക്ടിവിറ്റി. അടുത്ത ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 3, some sentences from the story are given below. The words are jumbled. Rearrange the words to make meaningful sentences. അപ്പോൾ നമ്മുടെ കഥയിലെ ചില സെന്റൻസുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആ സെന്റൻസ് എങ്ങനെയാണ്? വേർഡ്സ് ഓർഡർ ഇല്ലാണ്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ വേർഡ്സ് കറക്റ്റ് ആക്കി വെച്ചിട്ട് അതിനൊരു മീനിങ്ഫുൾ ആയിട്ടുള്ള സെന്റൻസ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ സെന്റൻസ് എന്തായിരിക്കാം? ഷീ വോർ എ റെഡ് ദുപ്പട്ട. രണ്ടാമത്തത് ഷീ പ്രോമിസ്ഡ് ടു മീറ്റ് ദം നെക്സ്റ്റ് വീക്ക്. മൂന്നാമത്തെ ദീദി സ്റ്റാർട്ടഡ് കമ്മിങ് എവറി ഡേ. 4, the children were curious and inched closer. അഞ്ചാമത്തെ the children now could read the bus number. അപ്പം നിങ്ങൾക്ക് എഴുതുമ്പോൾ മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ടെക്സ്റ്റ് ബുക്ക് വെച്ച് നോക്കിയിട്ട് ചെയ്താൽ മതി. ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ സെന്റൻസുകൾ തന്നെയാണ് കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ആക്ടിവിറ്റി 3 എല്ലാവർക്കും മനസ്സിലായല്ലോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ് അല്ലെ. ഒരുപാട് നമുക്ക് ആലോചിച്ച് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ്. കറക്റ്റ് ആയിട്ടുള്ള വേർഡ്സ് ഓർഡറിൽ എഴുതാൻ മാത്രം അറിഞ്ഞാൽ മതി. അടുത്ത ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 4, look at the words underlined in the following sentences. Here at and for add meaning to the sentences. അപ്പോൾ ഈ രണ്ടും സെന്റൻസ് നോക്കുക. ഇവിടെ അറ്റും ഫോറും ആണ് ആ സെന്റൻസിനെ മീനിങ്ഫുൾ ആക്കിയിട്ട് മാറ്റുന്നത് അല്ലെ. ഒന്നാമത് എന്താ? ഷീ സ്മൈൽഡ് അറ്റ് ദ ചിൽഡ്രൻ. കുട്ടികളോട് അവള് സ്മൈൽ ചെയ്യുന്നു. രണ്ടെന്താ? ദേ സെർച്ച്ഡ് ഫോർ ദ അഡ്രസ്. അവളുടെ അഡ്രസ്സ് സെർച്ച് ചെയ്യുന്നു. Look at the picture and fill the sentences with the suitable words from the bracket. അപ്പോൾ ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്ത വേർഡ്സ് വെച്ചിട്ട് ഈ താഴെ കാണുന്ന ചെറിയ ഈ ഒരു ഇവിടെ എന്ത് ചെയ്യുക? ഫില്ല് ചെയ്യാനാണ് പറയുന്നത്. ഇവിടെ എന്താണ്? നമുക്കത് വായിക്കാം.
This is Sminu's room. Sminu is standing dash the table. ടേബിളിന്റെ എവിടെയാണ് അവൾ നിൽക്കുന്നത്? Sminu is standing in front of ടേബിളിന്റെ മുകളിൽ, അതായത് ടേബിളിന്റെ ഫ്രണ്ടിലായിട്ടാണ് നിൽക്കുന്നത് അല്ലേ? In front of the table. Her ball is, അവളുടെ ബോൾ എവിടെയാണ്? Between two tables അല്ലേ? അവളുടെ ബോൾ എവിടെയാണ്? രണ്ട് ടേബിളിന്റെ നടുക്കാണ്. സോ between. Her pet rabbit is jumping. അവളുടെ പെറ്റ് റാബിറ്റ് എവിടെയാണ് ജമ്പ് ചെയ്യുന്നത്? ജമ്പിങ് ഓവർ ദ ടേബിൾ, ടേബിളിന് മുകളിലോട്ട് അല്ലേ? ഓവർ ദ ടേബിൾ. ഹെർ കാറ്റ് ഈസ് ലൈങ്. അവളുടെ പൂച്ച എവിടെയാണ് കിടക്കുന്നത്? ഹെർ കാറ്റ് ഈസ് ലൈങ് അണ്ടർ ദ ടേബിൾ. എവിടെയാണ്? അണ്ടർ ദ ടേബിൾ. അടുത്തത് ആക്ടിവിറ്റി 5. Read the following news report and answer the questions below. Sadi MV is on a reading spree. കാഞ്ഞങ്ങാടാണ് ട്ടോ. കാഞ്ഞങ്ങാട്. A voracious reader. Sadi is living with a rare disorder making it difficult for her to walk. She has been bedridden for the past 25 years. In spite of the disease, she loves reading. Sitting in bed, she has read more than 2000 books and viewed them. She says happily, "My father, Civic Kodakada, is the person who led me to the wonderful world of reading. He also motivated me to write articles." Her biography, Read and Forget Pain, was included in the textbook as a motivational story. She has a collection of more than 400 letters from famous writers. She has received numerous awards including the Sarga Pratibha National Award. Her notable work include ഗുളിക വരച്ച ചിത്രങ്ങൾ and കാൽവരയിലെ മാലാക. ഇത് ആരെ കുറിച്ചുള്ള ആർട്ടിക്കിൾ ആണ്? അതെ, ആരെ കുറിച്ചാണ്? അതായത് 25 വർഷത്തോളമായിട്ട് ബെഡ് എന്ന് വെച്ചാൽ ബെഡിൽ തന്നെ കിടക്കുക, നടക്കാൻ സാധിക്കില്ല അവർക്ക്. അവരുടെ നെയിം എന്താ? സതി അല്ലേ? സതി MV. അപ്പൊ അവരെന്ത് ചെയ്തു? ആ കിടന്നുകൊണ്ട് തന്നെ അവർ ഒരുപാട് 2000ഓളം ബുക്സുകൾ അവർ വായിച്ചു തീർത്തു. വായിച്ചിട്ട് അതിന്റെ റിവ്യൂ കൂടിയാണ് അവർ പറയുക. അപ്പൊ അവരെ കുറിച്ചുള്ള ഒരു ആർട്ടിക്കിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് വായിച്ചിട്ട് എന്ത് ചെയ്യാനാണ് പറയുന്നത്? ഈ കാണുന്ന ചോദ്യത്തിനുള്ള ഉത്തരം എഴുതാനാണ് പറയുന്നത് കേട്ടോ. ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം എന്താ? വാട്ട് ഈസ് ദി ന്യൂസ് റിപ്പോർട്ട് അബൌട്ട്? എന്തിനെ കുറിച്ചാണ് ന്യൂസ് റിപ്പോർട്ടിൽ പറയുന്നത്? അബൌട്ട് സതി MV. ഷീ ഈസ് എ വൊറേഷ്യസ് റീഡർ. ഒരുപാട് വായന ലോകത്തുള്ള ഒരാളാണ് സതി MV എന്ന് പറയുന്നത്. അവരെ കുറിച്ചുള്ള ഒരു ആർട്ടിക്കിൾ ആണ്. രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഈസ് സതീസ് പ്രോബ്ലം? സതിയുടെ പ്രോബ്ലം എന്താ? സതി ഈസ് ലിവിംഗ് വിത്ത് എ റെയർ ഡിസോർഡർ മേക്കിംഗ് ഇറ്റ് ഡിഫിക്കൽട്ട് ഫോർ ഹെർ ടു വാക്ക്. അവർക്ക് നടക്കാൻ സാധിക്കില്ല, അവർക്കൊരു അസുഖമാണ്. അപ്പൊ ആ ഒരു അസുഖം കാരണം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നടക്കാൻ സാധിക്കില്ല. ഷീ ഹാസ് ബീൻ ബെഡ് റിട്ടൺ ഫോർ ദ പാസ്റ്റ് 25 years. കഴിഞ്ഞ 25 വർഷമായിട്ട് അവരെന്താണ്? കിടപ്പിലാണ്. ബെഡ് റിട്ടൺ, കിടപ്പിലാണ്. Where is this news report from? എവിടെയാണ് സംഭവം? എവിടെയാണ് ന്യൂസ് റിപ്പോർട്ട്? എവിടെ നിന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്? ഈ സ്ഥലം എവിടെയാണെന്നാണ് ചോദ്യം. The news report from കാഞ്ഞങ്ങാട്. സ്പെല്ലിംഗ് നമുക്ക് റീഡ് ചെയ്യുമ്പോൾ കാനങ്ങാട് എന്ന് വായിക്കും, കാഞ്ഞങ്ങാട് കേട്ടോ. അത് ശരിക്കുള്ള സ്പെല്ലിംഗ് റീഡ് ചെയ്യേണ്ടത്. വാട്ട് മേജർ അവാർഡ് ഡിഡ് സതി റിസീവ്? സതി റിസീവ് ചെയ്തിട്ടുള്ള അവാർഡ് ഏതാണെന്നാണ്. ഷീ ഹാസ് റിസീവ്ഡ് ന്യൂമറസ് അവാർഡ്സ്. ഒരുപാട് അവാർഡുകൾ റിസീവ് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡിംഗ് ദി സർഗ പ്രതിഭ നാഷണൽ അവാർഡാണ് അതിൽ ഏറ്റവും മേജർ ആയിട്ടുള്ള അവാർഡ്. ഹൂ മോട്ടിവേറ്റഡ് സതി? ആരായിരുന്നു സതിയെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്? അവരുടെ ഫാദർ ആയിരുന്നു. ഹെർ ഫാദർ സിവിക് കോടക്കാട്. വാട്ട് ആർ ഹെർ ഇമ്പോർട്ടൻറ്റ് വർക്ക്സ്? അവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കുകൾ ഏതൊക്കെയാണ്? ഗുളിക വരച്ച ചിത്രങ്ങൾ ആൻഡ് കാൽവരയിലെ മാലാക. അപ്പൊ ആ ആർട്ടിക്കിൾ വായിച്ചിട്ടാണ് നമ്മൾ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതേണ്ടത്. അടുത്ത ആറാമത്തെ ആക്ടിവിറ്റി, ക്രിയേറ്റ് യുവർ ഓൺ ബുക്ക്. അപ്പൊ ഒരു ബുക്ക് ക്രിയേറ്റ് ചെയ്യാൻ, ഉണ്ടാക്കാനാണ് പറയുന്നത്. ക്രിയേറ്റ് എ സിമ്പിൾ ഇല്ലുസ്ട്രേറ്റഡ് ബുക്ക് ഓഫ് യുവർ ഓൺ. യു ക്യാൻ ഡ്രോ suitable pictures and color them. What stories will you add in your book? Will it be picture stories? Will you include poems? How will you design the cover? Prepare the storybook and present it in the class. അപ്പോൾ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾ ഒരു പിക്ചർ സ്റ്റോറി ബുക്ക് ഉണ്ടാക്കിയിട്ട് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാനാണ് പറയുന്നത്. Craft corner.
ഡിസൈൻ ബുക്ക് മാർക്സ് യൂസിങ് ചാർട്ട് പേപ്പർ ഓഫ് ഡിഫറെന്റ് കളേഴ്സ്. അപ്പോൾ ഇതുപോലുള്ള നല്ല മനോഹരമായിട്ടൊരു പിക്ചർ സ്റ്റോറി ബുക്ക് തന്നെ ഉണ്ടാക്കിയിട്ട് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യുക കേട്ടോ. അതോടൊപ്പം ഒരു ക്രാഫ്റ്റ് ഐറ്റം ഉണ്ടാക്കാൻ പറയുന്നുണ്ട്. ബുക്ക് മാർക്കാണ് ഉണ്ടാക്കാൻ പറയുന്നത്. എങ്ങനെ ഉണ്ടാക്കാൻ പറയുന്നത് ഇവിടെ? The children loved the books. They didn't want to spoil it by folding the pages. അപ്പോൾ നമ്മൾ സ്റ്റോറി ബുക്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ വായിച്ചിട്ട് ചിലപ്പോൾ നമ്മൾ പകുതിക്ക് വെച്ച് ഇടയിൽ വെച്ച് നമ്മൾ നിർത്തുന്ന സമയത്ത് നെക്സ്റ്റ് ഡേ വായിക്കാന്ന് വെച്ച് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ പേജ് മടക്കി വെക്കും അല്ലേ? അങ്ങനെ മടക്കി വെക്കുമ്പോൾ പിന്നീട് ആ പേജ് കീറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് പകരം ബുക്ക് മാർക്ക് ഉണ്ടാക്കി വെക്കാനാണ് പറയുന്നത്. ആ പേജിലെ ഇടയിൽ വെക്കാനുള്ള ബുക്ക് മാർക്ക് ഉണ്ടാക്കാനാണ് പറയുന്നത്. സോ ദേ ഡിസൈഡഡ് ടു മേക്ക് ബുക്ക് മാർക്സ്. Help them to make beautiful bookmarks. Some samples are given below. അപ്പോൾ ഇതേപോലെ സാമ്പിൾസ് പോലുള്ള നല്ല മനോഹരമായിട്ടുള്ള ബുക്ക് മാർക്ക് ഉണ്ടാക്കാനാണ് പറയുന്നത്. അതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ ഇവിടെ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ എന്ത് ചെയ്യും? ഇൻസ്ട്രക്ഷൻസ് വായിച്ചിട്ട് ഇതുപോലെ എന്ത് ചെയ്യും? ഒരു ബുക്ക് മാർക്ക് ഉണ്ടാക്കുക. എങ്ങനെയാണ് പറയുന്നത്? ടേക്ക് എ സ്ക്വയർ ഷീറ്റ് ഓഫ് പേപ്പർ ഷോൺ ഇൻ പിക്ചർ 1. പിക്ചർ 1 കാണുന്ന പോലെ ഒരു സ്ക്വയർ ഷീറ്റ് എടുത്തു. എന്നിട്ട് എന്ത് ചെയ്യേണ്ടത്? put the paper shown in picture 2 and mark X on upper and Y on lower part. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യണം? ഈ 2, 3 കാണുന്നത് പോലെ ചെയ്യുക. മൂന്നാമത്തെ പറയുന്നത് fold the paper shown in picture 3. പിക്ചർ 3 കാണുന്ന പോലെ എന്ത് ചെയ്യുക? Y part towards X. Y Xലോട്ട് പോകുന്ന പോലെ മടക്കുക. നാലാമത്തെ now your paper will be as shown in picture 4. അപ്പോൾ 4 ഇതുപോലെ ആയിരിക്കും ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പേപ്പർ ഉണ്ടാവുക. 5 fold the Y part upper part of the paper down to touch the base. Mark left and right corner of base as P and Q as shown in picture 5. എന്നിട്ട് picture 5 കാണുന്ന പോലെ പേപ്പർ മടക്കുക. ആറാമത്തെ now fold the corner P to touch X as shown in picture 6. picture 6 കാണുന്നത് പോലെ എന്ത് ചെയ്യുക? കോർണർ പിയുടെ കോർണർ എക്സിൽ ടച്ച് ചെയ്യുന്ന പോലെ മടക്കുക. 7 fold the corner Q to touch X as shown in the picture 7. Q എക്സിൽ ടച്ച് ചെയ്യുന്ന പോലെ മടക്കുക. ഏഴാമത്തേൽ കാണുന്നത് പോലെ. And mark A and B on bottom left and right side. Insert corner P from up to down to pocket A. Then insert corner Q to pocket B. Turn the paper upside down. Draw 2 eyes, nose and mouth. Draw and cut 2 ears as shown from a paper and paste them using gum as in picture 10. Your corner bookmark is ready now. അപ്പോൾ ഇതുപോലെ ഇതിൽ കാണുന്ന ഇൻസ്ട്രക്ഷൻസ് വായിച്ചതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ബുക്ക് മാർക്ക് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിന്റെ ആക്ടിവിറ്റീസ്. അപ്പോൾ ഇത് നമുക്ക് അതിന് ശേഷം അടുത്ത ചാപ്റ്ററിന്റെ ക്ലാസ് നമ്മൾ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിന്റെ ക്ലാസ് ദ കളർഫുൾ ട്രഷർ എന്നുള്ള ഫസ്റ്റ് ചാപ്റ്റർ മൂന്നാമത്തെ യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ ക്ലാസ് റീഡിംഗ് ക്ലാസ്സും ഈ ആക്ടിവിറ്റീസിന്റെ ക്ലാസ്സും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ക്ലാസ് മുഴുവനായി കാണുക. കണ്ടതിന് ശേഷം ഇഷ്ടമായി ലൈക്ക് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം ഇനി നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങളുടെ സപ്പോർട്ട് കൂടെ ഒന്ന് അറിയിക്കുക കേട്ടോ. Thank you.